ഇവിടെ ഈ ഒരു പ്രോബ്ലം നമ്മൾ രണ്ട് മെത്തേഡിലും സോൾവ് ചെയ്യുന്നുണ്ട്. ആദ്യം ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, പിന്നെ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. On 1st April 2012, R. Chand Limited purchased a machinery for 60,000 and spent 10,000 on its erection. The machinery is depreciated at 20% per annum. Prepare machinery account for first 2 years, depreciating it under diminishing balance method, fixed installment method. Accounts are closed on 31st March every year. അപ്പോൾ ആദ്യം നമ്മൾ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് വഴിയാണ് മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അക്കൗണ്ട് വരയ്ക്കുന്നതിനോ എഴുതുന്നതിനോ ഒന്നും ഒരു ഡിഫറൻസും ഇല്ല. ഡിപ്രീസിയേഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലാണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡും ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും തമ്മിൽ ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഫസ്റ്റ് നമ്മൾ മെഷീനറി വാങ്ങുമ്പോൾ സെയിം രീതിയിൽ തന്നെയാണ് എഴുതുന്നത്. മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ 1st April 2012 ടു ബാങ്ക് 60,000 പ്ലസ് 10,000. അപ്പോൾ ഈ 10,000 ഇവിടെ എടുക്കാൻ കാരണം നമ്മൾ ആ മെഷീനറി വർക്കിംഗ് കണ്ടീഷനിലാവുന്നിടം വരെയുള്ള എമൗണ്ട്, ചിലവാകുന്ന എമൗണ്ട് അതിൻ്റെ കോസ്റ്റിൻ്റെ പാർട്ടായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ആ ഇറക്ഷൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാളേഷൻ ചെയ്തതിൻ്റെ എമൗണ്ടും കൂടി കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തെടുത്തേക്കുന്നത്. 60,000 പ്ലസ് 10,000 70,000 ആണ് നമ്മൾ അവിടെ പർച്ചേസ് വാല്യൂ ആയിട്ട് കാണിച്ചേക്കുന്നത്. ഇനി 31st 3/2013 ഇയർ എൻഡിൽ ബൈ ഡിപ്രീസിയേഷൻ 14,000. ആ 14,000 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 60,000 പ്ലസ് 10,000, 60,000 പ്ലസ് 10,000 70,000. 70,000 20% ആണ് ഈ പറയുന്ന 14,000. പിന്നെ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബാലൻസ് കണ്ടുപിടിക്കണം. ബാലൻസ് ക്യാരി ഡൗൺ. ബാലൻസ് ക്യാരി ഡൗൺ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പർച്ചേസ് വാല്യൂ ആയിട്ടുള്ള 70,000 മൈനസ് ഡിപ്രീസിയേഷൻ 14,000. അപ്പോൾ കിട്ടുന്നതാണ് ബാലൻസ് ക്യാരി ഡൗൺ. അതും 31st March 2013 തന്നെയാണ് എഴുതേണ്ടത്, 56,000. ഇനി നമ്മളോട് 2 വർഷത്തെ ഡിപ്രീസിയേഷൻ കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഇയറിലോട്ട് നമ്മൾ ആ ബാലൻസ് ക്യാരി ഡൗൺ വാല്യൂവിനെ ബ്രോട്ട് ഡൗൺ ചെയ്യണം. ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 1st April 2013. ഇനി ആ ഇയറിലും എന്ത് ചെയ്യണം? ഇത് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആയതുകൊണ്ട് സെക്കൻഡ് ഇയറിലും ഡിപ്രീസിയേഷൻ നമ്മൾ വീണ്ടും ആ റിട്ടേൺ ഡൗൺ വാല്യൂവിൻ്റെ പുറത്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഫസ്റ്റ് ഇയറിൽ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള വാല്യൂ. അപ്പോൾ 70,000 മൈനസ് 14,000 56,000 നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ 56,000 വീണ്ടും നമ്മൾ ഈ 20% അപ്ലൈ ചെയ്യും. അതാണ് സെക്കൻഡ് ഇയർ ഡിപ്രീസിയേഷൻ. 56,000 ഇൻറ്റു 20/100 11,200 നമുക്ക് കിട്ടും. അപ്പോൾ ഈ സെക്കൻഡ് ഇയറിലെ ഓപ്പണിംഗ് വാല്യൂന്ന് ആ 11,200 ലെസ് ചെയ്ത് കഴിയുമ്പോൾ മെഷീനറിയുടെ 31st March 2014 ക്യാരി ഡൗൺ വാല്യൂ കിട്ടും 44,800. അപ്പോൾ ഇത്രയും എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ബാലൻസ് എഴുതി ഡബിൾ ലൈൻ ചെയ്ത് കൊടുക്കുക. ടോട്ടൽ എഴുതി ഡബിൾ ലൈൻ ചെയ്ത് കൊടുക്കണം. 56,000 രണ്ട് സൈഡിലും എഴുതി ഡബിൾ ലൈൻ ചെയ്ത് കൊടുക്കണം. ഇയർ 1ലും അതുപോലെ തന്നെ നമ്മൾ ഈ ബാലൻസ് ക്യാരി ഡൗൺ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ഏത് സൈഡിലാണോ കൂടുതൽ ആ എമൗണ്ട് എഴുതിയിട്ട് ഡബിൾ ലൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമ്മൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. നമ്മൾ ഒറ്റ പ്രാവശ്യം ഡിപ്രീസിയേഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതായത് 70,000ൻ്റെ 20% എടുക്കുമ്പോൾ നമുക്ക് 14,000 കിട്ടും. ആ 14,000 തന്നെ നമ്മൾ സെക്കൻഡ് ഇയറിലും ഡിപ്രീസിയേഷനായിട്ട് കാണിച്ചാൽ മതി. ഇവിടെ ഒരു കൺഫ്യൂഷനും ഇല്ല. അപ്പോൾ നമ്മളിവിടെ പർച്ചേസ് ചെയ്യുമ്പോൾ 1st April 2012 മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ടു ബാങ്ക് എന്ന് എഴുതുന്നു 70,000. എന്നിട്ട് 31st March 2013 ബൈ ഡിപ്രീസിയേഷൻ 14,000. അതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് 70,000ൻ്റെ 20% ആണ്. ആ 14,000 എഴുതി. ആ 70,000 മൈനസ് 14,000 ബാലൻസ് ക്യാരി ഡൗൺ വാല്യൂ 56,000. അപ്പോൾ ടോട്ടൽ വലിയ ടോട്ടൽ എന്ന് പറയുന്ന ഡെബിറ്റ് സൈഡിലാണ് 70,000. അപ്പോൾ ആ 70,000 എന്ന് പറയുന്ന രണ്ട് സൈഡിലും നമ്മൾ എഴുതി കൊടുക്കും. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ സെക്കൻഡ് ഇയറിൻ്റെയും കൂടെ കാണിക്കണം. സെക്കൻഡ് ഇയറിലും ആ വാല്യൂ ബാലൻസ് ക്യാരി ഡൗൺ വാല്യൂ ബ്രോട്ട് ഡൗൺ ചെയ്യുക. ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 1st April 2013 56,000. 31st March 2014 ഡിപ്രീസിയേഷൻ സെയിം എമൗണ്ട് ആണ്. കാരണം ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ്. വേറെ മെഷീനറി ഒന്നും വാങ്ങിച്ചിട്ടുമില്ല, ഈ ഒരു മെഷീനറി മാത്രമേ ഉള്ളൂ. അപ്പോൾ സെയിം എമൗണ്ട് ആണ്. ബൈ ഡിപ്രീസിയേഷൻ 14,000. എന്നിട്ട് ബാലൻസ് ക്യാരി ഡൗൺ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബ്രോട്ട് ഡൗൺ വാല്യൂവിൻ്റെ ഡിപ്രീസിയേഷൻ്റെയും കൂടെ ഡിഫറൻസ് എടുക്കുമ്പോൾ
ഇപ്പോൾ 31 March 2014 ഈ മെഷീനറിക്ക് എത്ര വാല്യൂ ഉണ്ടെന്നുള്ളത് കിട്ടും. അതാണ് ബൈ ബാലൻസ് ക്യാരി ഡൗൺ 42,000 എന്ന് നമ്മൾ എഴുതിയത്. എന്നിട്ട് രണ്ട് സൈഡിലും വലിയ ടോട്ടലായിട്ടുള്ള 56,000 നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ എന്നിട്ട് അക്കൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു മെഷീനറി മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഡിപ്രീസിയേഷൻ. ഓക്കെ, അപ്പോൾ ഒന്നിൽ കൂടുതൽ മെഷീനറി ഉള്ള കേസ്, പുതിയ മെഷീനറി വാങ്ങുന്ന കേസൊക്കെ വരും. അപ്പോൾ അതിന് നമ്മൾ അങ്ങോട്ട് പഠിക്കും.